ഈ സ്ഥിരമായിട്ട് ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് മാറ്റി ചെയ്യാന്ന് ആലോചിച്ച് തുടങ്ങുമ്പോഴാണ് ഈ ഒന്ന് സിനിമയിൽ ചാക്കോച്ചന്റെ ഒരു സീരിയസ് ആയിട്ടുള്ള നടനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ചോക്ലേറ്റ് ബോയിൽ നിന്ന് ഇപ്പോഴത്തെ നടനിലേക്കുള്ള ഒരു മാറ്റം ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക കുറച്ച് വർഷങ്ങളായിട്ട്. അതിന് പല നടന്മാരെയും ഇൻസ്പയർ ചെയ്തേ ഇരിക്കുന്ന മമ്മൂക്ക തന്നെയാണ്. ഈ ഒരു മാറ്റത്തിന് എങ്ങനെയാ മമ്മൂക്ക ഇൻസ്പയർ ആയിട്ടുണ്ടാവുക? കൊടുക്കാൻ പറഞ്ഞിരിക്കും മമ്മൂക്കൊക്കെയാണ് കോപ്പി റൈറ്റ്. അതിപ്പോൾ മലയാളികൾ ഇപ്പം എൻ്റെ ജനറേഷൻ തൊട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള രണ്ട് പ്രതിഭകളാണ് മമ്മൂക്കയും ലാലേട്ടനും. അപ്പോൾ അത് എൻ്റെ ലൈഫിൽ ഞാൻ സിനിമയിൽ നിന്നും അല്ലെങ്കിൽ ഈ സിനിമയിലേക്ക് വരാനായിട്ടുള്ളൊരു കാരണം ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെ ഇവർ രണ്ടുപേരും തന്നെ ആവാം. ഞാൻ പറഞ്ഞോട്ടെ. അതിപ്പം ഉദയയുടെ സിനിമകളിൽ മമ്മൂക്കയും ലാലേട്ടനും അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും ആദ്യം ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ടുള്ള സിനിമയിൽ ലാലേട്ടനുണ്ട്. ഉദയ സ്റ്റുഡിയോയിൽ നടന്നിട്ട് ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മമ്മൂക്കയും ലാലേട്ടനും ഉണ്ടായിട്ടുണ്ട്. അപ്പം അറിഞ്ഞും അറിയാതെയൊക്കെ ഇവരുടെ ഒരു ഇൻഫ്ലുവൻസ് എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. ഇത് സിനിമയിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും. സിനിമയിൽ വന്നതിന് ശേഷം അത് കൂടുതൽ പ്രകടമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നേരത്തെ രേവതി മാം പറഞ്ഞ പോലെ മമ്മൂക്ക എപ്പോഴും റീഇൻവെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വേർഷൻസ് അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരികയാണ്, ചെയ്ത് നമ്മൾ എൻ്റർടൈൻ ചെയ്യിക്കുകയാണ്. അപ്പോൾ അത് എന്നെപ്പോലുള്ള അല്ലെങ്കിൽ എനിക്ക് ശേഷം വന്നിട്ടുള്ളവരാണെങ്കിൽ എല്ലാവർക്കും ഒരു ഉത്തേജനമാണ്, അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനമാണ്. നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ്. താങ്ക് യു. ഇവിടെ അടുത്തിരിക്കുന്നത് തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ട് വിചാരിച്ചിട്ട് രാവിലെ പറഞ്ഞു പഠിപ്പിച്ചായിരിക്കും. പ്രഥമ ശിഷ്യൻ